സൗണ്ട് ഉണ്ട്. സൗണ്ട് വരുന്നില്ല എന്നാണ് ലൈവിൽ. അതല്ല ഏതിനാണ്? പോപ്പുലർ ഫണ്ട് കേരള. കേരളയാണ് സ്റ്റേറ്റ് പേജിൽ.
പ്രവർത്തന മേഖലയിൽ ഒരു നയാ പൈസ പോലും വിദേശ സഹായം ആകില്ല എന്ന് പറഞ്ഞ് എന്ന് നിലപാടെടുത്തിട്ടുള്ള പ്രസ്ഥാനമായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ RSSന് വേണ്ടി കേന്ദ്രം ഭരിക്കുന്ന മോഡി സർക്കാർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചട്ടുകമാക്കി റെയ്ഡുകൾ നടത്തി ഭയപ്പെടുത്തി ഇല്ലാതാക്കാമെന്ന് വ്യാമോഹിക്കണ്ട എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്തിന്റെ തെരുവീതികൾ പ്രതിഷേധത്തിന്റെ അലകടലുകൾ തീർത്തുകൊണ്ട് ഇതാ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കർമ്മധീരരായ ചുണക്കുട്ടികൾ അണിനിരക്കുന്ന ഐതിഹാസികമായ പ്രതിഷേധ മാർച്ചാണ് ഈ വെളിത്താറുകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് കടന്നു വരുന്നത്. മുസ്ലിം ന്യൂനപക്ഷങ്ങളെ അന്യവൽക്കരിക്കുന്ന
അനുവദിക്കാനാവില്ല. പ്രതികരിക്കും, പ്രതിഷേധിക്കും. പോപ്പുലർ ഫ്രണ്ട് സിന്ദാബാദ്. പോപ്പുലർ ഫ്രണ്ട് സിന്ദാബാദ്. അധികാരത്തിൽ തിന്ന ബലത്തിൽ ഒളിവെട്ടിക്കുരിഞ്ഞവരെ പോപ്പുലർ ഫ്രണ്ട് സിന്ദാബാദ്. പോപ്പുലർ ഫ്രണ്ട് സിന്ദാബാദ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ജില്ലാ നേതൃത്വം അഷ്റഫ് സാഹിബ് ഈ വണ്ടിയുടെ പോയിന്റിലേക്ക് എത്തേണ്ടതാണ്. ജില്ലാ നേതൃത്വം. നമ്മുടെ പ്രതിഷേധ പ്രകടനം പോലീസ് തടഞ്ഞിരിക്കുകയാണ്. അവർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യാനുള്ള സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കണം. പ്രവർത്തകർ സംയമനം പാലിക്കണം. പ്രവർത്തകർ നിലത്ത് അച്ചടക്കത്തോടു കൂടിയിരിക്കണം. പോലീസിന് അവരുടെ ഡ്യൂട്ടി ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. നിങ്ങൾ വൈകാരികമാകരുത്. എല്ലാവരും റോട്ടിൽ കുത്തിയിരിക്കണം. പോലീസിന് അവരുടെ ഡ്യൂട്ടി ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. പ്രവർത്തകരെല്ലാം റോട്ടിൽ കുത്തിയിരിക്കണം. പ്രിയപ്പെട്ട മതേതര ജനാധിപത്യ വിശ്വാസികളെ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന ED ഓഫീസ് മാർച്ചാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സംഘങ്ങളെ വ്യക്തികളെയും തേജോവധം ചെയ്യാനും അവരുടെ ആലയത്തിലേക്ക് കൂട്ടിക്കെട്ടി കൊടുക്കുവാനും വേണ്ടി ഉപയോഗിക്കുന്ന ചില കേന്ദ്ര ഏജൻസികളാണ് IBയും NIA എല്ലാം നമുക്കറിയാവുന്നതാണ്. ഈ കഴിഞ്ഞ ഡിസംബർ 3-ാം തീയതി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നാഷണൽ ലീഡേഴ്സിന്റെ വീടും സംസ്ഥാന ഓഫീസുകൾ റെയ്ഡ് ചെയ്യുകയുണ്ടായി. നമുക്കറിയാം, റെയ്ഡിനോട് നമുക്ക് വിയോജിപ്പില്ല. പക്ഷേ അത് കത്തില് തേങ്ങ ഇടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് IB NIA എന്ന് പറഞ്ഞുകൊണ്ട് സ്വതന്ത്രമായി ഗവൺമെന്റിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന പ്രസ്ഥാനത്ത് മുന്നോട്ട് പോകാൻ തടസ്സമായി വരികയാണെങ്കിൽ ഇപ്പോൾ ഈ പോലീസിന്റെ ബാധിക്കുന്ന കാലത്ത് പോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് അവരുടെ മുമ്പിൽ നമുക്കറിയാം, കർഷകർ ഡൽഹി പറഞ്ഞപ്പോൾ കാർബൺ ഹൗസറിൽ മൊഴിയ കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വത്തിലാണോ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിൽ പരസ്യമായി പ്രഖ്യാപിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. 1925 RSS രൂപം കൊണ്ടത് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാനാണെങ്കിൽ ഞങ്ങൾ RSSന്റെ അവസാനത്തെ പ്രവർത്തകരെയും വിജയിക്കുന്നതിന് ഞങ്ങളിൽ ഒരാഴ്ച പിന്നോട്ട് പോകുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംസ്ഥാന ട്രഷറർ MK അഷ്റഫ് സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ രാജ്യം അതിനിർണായകമായ COVID-19 എന്ന ഒരു എപ്പിഡമിക്കിൽ നിൽക്കുന്ന കാലഘട്ടത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവരുടെ രാഷ്ട്രീയ വിരോധവും തീർക്കുന്നതിന് വേണ്ടി ഈ എപ്പിഡമിക്കിനെ പോലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത് എന്ന് നാം മനസ്സിലാക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ദേശവ്യാപകമായി ED RSSന്റെ ചട്ടുകമാകരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് ദേശവ്യാപകമായി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഇങ്ങനെയൊരു മുദ്രാവാക്യം ഉയർത്തി തെരുവിൽ ഈ നിലയിൽ നിൽക്കുന്നത് എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. രണ്ടാം മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ NIA, ED, IB പോലുള്ള അന്വേഷണ ഏജൻസികളെ തങ്ങളുടെ രാഷ്ട്രീയ പ്രതിരോധികളെ
തങ്ങളുടെ രാഷ്ട്രീയ പ്രതിരോധികളെ അമർച്ച ചെയ്യുന്നതിന് തങ്ങൾക്കിഷ്ടമില്ലാത്ത തങ്ങളുടെ രാഷ്ട്രീയ വിരോധം തീർക്കുവാൻ വേണ്ടി ഇത്തരം സർക്കാർ ഏജൻസികളെ ഉപയോഗപ്പെടുത്തുന്നതുമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. RSSനുള്ള മുസ്ലിം വിരോധം അതൊരു പ്രത്യാശാസ്ത്രപരമാണ്. പക്ഷേ EDക്കും NIAക്കും IBക്കുമൊക്കെ ഉള്ളത് അവർ ഈ രാജ്യത്ത് സ്വതന്ത്രമായി നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട അന്വേഷണ ഏജൻസികളാണ്. അവർ ഈ രാജ്യത്തെ RSSന്റെ തട്ടുകങ്ങളായി പ്രവർത്തിക്കുന്നതിനെയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എതിർക്കുന്നത്. മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇല്ലാത്ത തീവ്രവാദത്തിന്റെ പേരിൽ എല്ലാ കാലത്തും ഇവിടെ മുസ്ലിങ്ങളെ നശിപ്പിക്കുവാനുള്ള പദ്ധതികളുമായി ഒരുപാട് അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കരിനിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിരപരാധികളായ ആളുകളെ ജയിലുകൾ അടയ്ക്കുന്ന ഒരു സംവിധാനം, കോടതികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ കയ്യേറുന്ന പ്രവണത രാജ്യത്ത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് ഈ സമൂഹത്തോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഏത് അന്വേഷണവും ഞങ്ങളെ പറ്റി നടത്തിക്കൊണ്ടേയിരിക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിന്റെ വീടുകളിൽ റെയ്ഡ് ചെയ്ത് എന്താണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് ഇവിടെ നമ്മൾ കണ്ടതാണ്. അതേമാതിരിയുള്ള മറ്റാളുകളുടെ വീട് നമുക്കറിയാം. RSS BJP നേതാക്കളുടെ വീടുകളിലൂടെ റെയ്ഡ് ചെയ്യുവാനുള്ള തന്റെ ഇടം ഈടിക്കുണ്ടോ എന്നാണ് വിദേശ സഹായം സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കില്ല എന്ന് തീർച്ചപ്പെടുത്തിയ ഒരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് പ്രവർത്തിക്കുവാൻ ആവശ്യമായ മണ്ണും വളങ്ങളും ഈ രാജ്യത്തെ ജനങ്ങൾ ഞങ്ങൾക്ക് ആവശ്യാനുസരണം നൽകുന്നുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ ഖനിജങ്ങളും ഇന്ത്യ രാജ്യത്തിന്റെ സഹായങ്ങളും മാത്രമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഇതുവരെയുള്ള പ്രവർത്തനത്തിന് ഇൻഷാ അല്ലാഹ് ഇനിയും അതുപോലെ മാത്രമായിരിക്കുമെന്ന് ഈ വേദിയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ വീടുകൾ റെയ്ഡ് ചെയ്ത മാതിരി RSSന്റെയോ അനുബന്ധ സ്ഥാപനങ്ങളുടെയോ വീടുകളോ സ്ഥാപനങ്ങളോ റെയ്ഡ് ചെയ്യുവാൻ ഇവിടെയുള്ള ED ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കുമോ എന്നാണ് എനിക്ക് ചോദിക്കുവാനുള്ളത്. എല്ലാ നിയമവ്യവസ്ഥയോടും ആദരവും എല്ലാ നിയമവ്യവസ്ഥയും അംഗീകരിച്ചുകൊണ്ട് മാത്രമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള സംവിധാനങ്ങളെ ഈ രാജ്യത്ത് ദുരുപയോഗം ചെയ്യരുതെന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. RSS മുസ്ലിങ്ങളും തമ്മിലുള്ള വിഷയത്തിൽ അത് EDയുടെ വിഷയമേ അല്ല, അത് മറ്റൊരു വിഷയമാണ്. RSSന്റെ വർഗീയ അജണ്ടകൾ RSS മതന്യൂനപക്ഷ വിഭാഗങ്ങളെ ഇവിടെ ഇല്ലായ്മ ചെയ്യും എന്ന് തീരുമാനിച്ച് ഒരു പ്രത്യാശാസ്ത്രത്തിന്റെ പേരിൽ പണിയെടുക്കുമ്പോൾ തീർച്ചയായും അതിനെതിരിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തെരുവിലുണ്ടാകും. അതൊരിക്കലും നിഷ്പക്ഷമായി അന്വേഷിക്കുന്ന ഈ രാജ്യത്തിന്റെ EDയുടെയോ അതല്ലെങ്കിൽ NIAയുടെയോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ പരിധിയല്ല, മറിച്ച് RSS പ്രതിദാനം ചെയ്യുന്ന ഫാഷിസത്തിന്റെ അവരുടെ പ്രത്യാശാസ്ത്രത്തിന്റെ പ്രശ്നമാണ്. അവർ പറയുന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകൾ അവർ ഈ രാജ്യത്ത് വേണ്ടാത്തവരാണ്, അവരിവിടെ നിന്ന് മാറ്റി ഓടിക്കുമെന്നുള്ള ഒരു പ്രത്യാശാസ്ത്രപരമായ വിരോധമാണ്. ആ വിരോധത്തിന് നിന്നുകൊടുക്കാൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഉണ്ടാവുകയില്ല. തീർച്ചയായും തെരുവിൽ എന്നും ഏത് കാലം വരെ ഈ വർഗീയ അജണ്ടയുമായി RSS മുന്നോട്ട് പോകുന്നുവോ അത്ര കാലവും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തെരുവിൽ RSSനെ നേരിടാൻ ഇവിടെ ഉണ്ടാകുമെന്ന് അതുകൊണ്ട് വിനീതരായ ED ഉദ്യോഗസ്ഥന്മാരോടും ഈ രാജ്യത്തെ നിഷ്പക്ഷരായ അന്വേഷണ ഏജൻസികളോടും പറയാനുള്ളത്, നിങ്ങൾക്ക് നിയമപരമായി ഏതന്വേഷണവും ഏതിനെയും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ വിളിച്ചപ്പോഴെല്ലാം നിങ്ങളുടെ ആവശ്യപ്പെട്ട എല്ലാ രേഖകളുമായി നിങ്ങളെത്താനും നിങ്ങളുമായി സഹകരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. ഇനിയും ഞങ്ങൾ അതിന് തയ്യാറുമാണ്. പക്ഷേ RSSന്റെ ചട്ടുകങ്ങളായി RSSന് വേണ്ടി പണിയെടുക്കുന്നവരായി നിങ്ങൾ മാറിയാൽ നിങ്ങൾക്കെതിൽ പ്രതിഷേധിക്കുക എന്ന അവകാശം ഞങ്ങളിവിടെ ഉപയോഗിക്കുമെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതുപോലുള്ള സർക്കാർ ഏജൻസികൾ ഒരിക്കലും RSSന്റെ ചട്ടുകങ്ങളായി മാറരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. എന്നെ കേട്ട എല്ലാവർക്കും ദൈവത്തിന്റെ സ്നേഹവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. Popolo
ഈ പ്രതിഷേധ സംഗമത്തിൽ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി റഫീഖ് തൂറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹപ്രവർത്തകരെ, നാട്ടുകാർ, ഇത് ഒരു ചരിത്രമാണ്. ED-യുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്താമെന്ന് പോപ്പുലർ ഫ്രണ്ട് പ്രഖ്യാപിക്കുന്നു. ഇവിടെ ആരും തമ്പുരാക്കന്മാരായി രാജാക്കന്മാരായി ജനാധിപത്യത്തിൽ വിലസേണ്ടതില്ല എന്ന് വളരെ വിനയത്തോടെ അറിയിക്കുന്നു. ചെറിയൊരു പ്രതിഷേധം വരുമ്പോഴേക്കും പ്രവർത്തകരെ ബാരിക്കേഡ് ഒന്നുമ്പോഴേക്കും ജലപീരങ്കി ഉപയോഗിക്കുവാനുള്ള ആവേശം, അതിൻ്റെ സൈറൻ മുഴക്കുവാനുള്ള ആവേശം ആരുടേതാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, നമ്മളെല്ലാവരും ഒരുപോലെ ഇരകളാണ്. നിങ്ങളുടെ മന്ത്രിയുടെ, നിങ്ങൾ നയിക്കുന്ന മന്ത്രിയുടെ ഓഫീസിലേക്ക് എന്നാണ് ED വരിക എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. ഇത്രത്തോളം ED കയറി ഇറങ്ങിയിട്ടും ഇതുപോലെയുള്ളൊരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സാധിക്കാത്തത് മടിയിൽ കനമുള്ളതുകൊണ്ടാണ്. സംബന്ധിച്ചിടത്തോളം മടിയിൽ കനമില്ലാത്തത് കൊണ്ട് ഏത് ED തമ്പുരാന്റെ മുന്നിൽ പോയിക്കൊണ്ടും പ്രതിഷേധത്തിന്റെ ശബ്ദം ഉയർത്താൻ ഞങ്ങൾക്ക് യാതൊരു മടിയില്ല. ഇത് ED-ക്കെതിരെ ഈ കൊറോണ കാലത്ത് ഇങ്ങനെ ഒരു സമരം സംഘടിപ്പിക്കുന്നത്, ഈ കൊച്ചി നഗരം സ്തംഭിപ്പിക്കുന്നത് ശരിയല്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ED മനസ്സിലാക്കേണ്ടതുണ്ട്, നിങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരത്തിനെതിരെയുള്ള ഇന്ത്യൻ ജനതയുടെ പ്രതിഷേധത്തിന്റെ തുടക്കമാണ് ഈ എറണാകുളത്തിൽ തുടങ്ങിയിട്ടുള്ളത്. ഇതുപോലെ ഹൈക്കോടതിയിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് ചോദിച്ചു, ഹൈക്കോടതിയിലേക്ക് ഒരു മാർച്ച് നടത്താൻ പറ്റുമോ? ഞങ്ങൾ പറയുന്നു, ഈ രാജ്യത്തിന് ജനാധിപത്യമാണ് വരുന്നത്, പ്രതിഷേധങ്ങളാണ് വരുന്നത്. ഞങ്ങളെ കൊണ്ട് ഈ മാർച്ച് ED ചെയ്യിച്ചതാണ്. RSSന്റെ ചട്ടുകം എന്നുള്ള നിലയിൽ, RSSന്റെ ഒരു ചട്ടുകം എന്നുള്ള നിലയിൽ ED പ്രവർത്തിക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാനുള്ള അവകാശമാണ് പോപ്പുലർ ഫ്രണ്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് കേരള പോലീസിനെതിരല്ല. കാരണം എന്റെ വീട്ടില് ED കേരള റെയ്ഡ് മുഴുവൻ നടത്തുമ്പോൾ എന്റെ വീട്ടിൽ കേരളത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥൻ വന്നിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ആ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥരെ കണ്ടാൽ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് വേഗം തിരിച്ചറിയും. ആ തലതിരിച്ചിലൊക്കെ കണ്ടാൽ ഞാൻ ചോദിച്ചു, എന്താ സാറേ വന്നത്? സാറിന് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി, സ്പെഷ്യൽ ബ്രാഞ്ച് അല്ലേ? ആ സ്പെഷ്യൽ ബ്രാഞ്ചാണ്. ഇവിടെ എന്തെങ്കിലും വിശേഷങ്ങളുണ്ടോ? ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു വിശേഷമില്ല. എവിടെയാണ് വിശേഷം ഉള്ളത്? വിശേഷം ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ പ്രൊഫസർ കോയ സാഹിബിന്റെ വീട്ടിൽ കുറച്ച് വിശേഷം ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു വിവരം കിട്ടിയിട്ടില്ലേ? ഞങ്ങൾക്കൊരു വിവരം കിട്ടിയിട്ടില്ല. കേരള പോലീസിന് ഒരു വിവരം അറിയിച്ചിട്ടില്ല. കേരള പോലീസിന് ഉന്നതന്മാരെ വിവരം അറിയിക്കാതെ ED CRPF-ന്റെ സംരക്ഷണയോടുകൂടി കേരളത്തില് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരുടെ വീടും ഓഫീസും റെയ്ഡ് ചെയ്യുന്നത് ആരുടെ താല്പര്യമാണ്? ഈ പ്രതിസന്ധിയിൽ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതോടൊപ്പം പോപ്പുലർ ഫ്രണ്ടും കേരളത്തിലെ മുഴുവൻ ജനകീയ പ്രസ്ഥാനങ്ങളും ഇന്ത്യയിലെ മുഴുവൻ ജനാധിപത്യ പ്രസ്ഥാനങ്ങളും മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളും ഒരു വശത്തും RSS മാത്രം മറുവശത്തുമുള്ള ഒരു പോരാട്ടമാണ് ഇന്ത്യ രാജ്യത്ത് നടക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് തുടക്കം കുറിച്ചു കഴിഞ്ഞു. CAA പ്രക്ഷോഭത്തോടുകൂടി, കർഷക പ്രക്ഷോഭത്തോടുകൂടി അത് വീണ്ടും ആരംഭിക്കുന്നു. ഈ പ്രക്ഷോഭത്തിന് കേരളത്തിലെ പ്രബുദ്ധരായ പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഈ പ്രതിഷേധത്തിന്റെ കൂടെ നിൽക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി അപേക്ഷിക്കുകയാണ്. ED ആരെയാണ് പ്രീതിപ്പെടുത്തുന്നത്? ED ആരെയാണ് സമാധാനിപ്പിക്കാൻ? ED ആരുടെ കാലൊഴിഞ്ഞു കൊടുക്കാനാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്? ED ഉദ്യോഗസ്ഥന്മാർ. ഞങ്ങൾക്കറിയാം, അരവിന്ദ് കെജ്രിവാളിനെതിരെ, മായാവതിക്കെതിരെ, റോബർട്ട് വദ്രയ്ക്കെതിരെ ED നോട്ടീസ് നൽകി
സന്ദർഭം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പിന്നീട് ആ നോട്ടീസുകളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നില്ല. കർണാടക മുഖ്യമന്ത്രി യെദ്യൂരപ്പയ്ക്കെതിരെ ED കേസെടുത്തിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ മൈനിങ് തട്ടിപ്പ്, ഭൂമി ഹവാല നടത്തിയിട്ട് യെദ്യൂരപ്പയ്ക്കെതിരെ കേസെടുത്തിരുന്നു. യെദ്യൂരപ്പയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളില് അഭിഭാഷകർക്ക്, ജഡ്ജിമാർക്ക്, BJP നേതാക്കന്മാർക്കൊക്കെ കോള കൊടുത്തതിന്റെ കണക്ക് യെദ്യൂരപ്പയുടെ വീട്ടിൽ നിന്ന് കിട്ടി. പക്ഷേ ആ കേസ് ED എന്ത് ചെയ്തു? കോടികളുടെ അഴിമതിയുടെ കേസ്, ബെല്ലാരിയിലെ റെഡ്ഡി സഹോദരന്മാരുടെ കേസ്, കോടികളുടെ അഴിമതി, 16,500 കോടി രൂപയുടെ അഴിമതി ബെല്ലാരിയിലെ സഹോദരന്മാർ നടത്തിയപ്പോ, റെഡ്ഡി സഹോദരന്മാർ നടത്തിയപ്പോ ED കേസെടുത്തു. ആ കേസിൽ എന്ത് സംഭവിച്ചു? ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. BJP നേതാവ് ഹിമന്ത് ബിശ്വ ശർമ്മ, ലൂയിസ് ബർഗർ കേസ് അദ്ദേഹത്തിന്റെ പേരിൽ കോടികളുടെ അഴിമതി ED കേസെടുത്തു. പക്ഷെ പിന്നീട് ശർമ്മ BJPയിൽ ചേർന്നപ്പോ ആ കേസ് ഇല്ലാതെയായി പോകുന്നത് നമ്മൾ കണ്ടു. വ്യാപക് കേസ്, ശിവരാജ് ചൗഹാനെതിരെ നടന്നിട്ടുള്ള കേസ്, ശിവരാജ് ചൗഹാൻ BJPയിൽ ചേർന്നു, അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തു. ബംഗാളില് മുകുൾ റോയ് ശാരദാ ചിട്ടി ഫണ്ട് കേസ്, മുകുൾ റോയ്ക്കെതിരെ കോടികളുടെ തട്ടിപ്പ് ശാരദാ ചിട്ടി ഫണ്ടിന്റെ കേസിൽ ED എടുത്തു. പക്ഷേ മുകുൾ റോയ് BJPയിൽ ചേരുന്നു, ആ കേസ് പിൻവലിക്കുന്നു. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയായിരിക്കെ രമേശ് പൊഖ്രിയാല് അദ്ദേഹത്തിനെതിരെ ED കേസെടുത്തു. ആ കേസിന് പിന്നീട് സംഭവിച്ചു. ശിവസേന നേതാവ് നാരായൺ റാണെ കോടികളുടെ അഴിമതി നടത്തി ED കേസെടുത്തു. നാരായൺ റാണെ പിന്നീട് BJPയിൽ ചേർന്നു. ആ കേസിൽ എന്ത് സംഭവിച്ചു? ബാബ രാംദേവിനെതിരെ ED കേസെടുത്തു. ആ കേസിൽ ഇന്ത്യ രാജ്യത്തിന് സംഭവിച്ചു. ഇന്ത്യ രാജ്യത്തിന്റെ കർണാടകയിലും ആസാമിലും അടക്കമുള്ള വിവിധ പ്രദേശങ്ങളില് MLA-മാര് കോടികൾ കൊടുത്ത് BJP വാങ്ങിയപ്പോ ആ കോടികൾ എവിടെ നിന്ന് വന്നു എന്ന് അന്വേഷിക്കണമെന്ന് ഇന്ത്യ രാജ്യത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുഴുവൻ ആവശ്യപ്പെട്ടപ്പോ അത് അന്വേഷിക്കാതെ ED മുങ്ങിയത് എങ്ങോട്ടായിരുന്നു? മാത്രമല്ല ED പിടിച്ചെടുക്കുന്നത് എങ്ങനെയാണ്? കോടികളാണ് പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ വീട്ടിലും ഓരോ ഓഫീസിലും റെയ്ഡ് നടത്തിയിട്ട് അതിൽ ഏറ്റവും കുറഞ്ഞ പൈസ ഒരു പക്ഷേ കിട്ടിയിട്ടുണ്ടായിരിക്കുക പോപ്പുലർ ഫണ്ടിന്റെ ഓഫീസിലായിരിക്കും. കാരണം പൈസ ഇല്ലാത്ത കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു പാർട്ടിയാണ് പോപ്പുലർ ഫണ്ട് ഓഫീസ്. ഞങ്ങളുടെ വിഷയത്തിൽ അത്ര പൈസ ഒന്നും കിട്ടിയിട്ടില്ല, ഇല്ലാത്തത് കൊണ്ടാണ്, കൊടുക്കാത്തത് കൊണ്ടല്ല. പക്ഷെ മന്ത്രിമാരുടെ ഓഫീസിൽ നിന്ന്, പ്രതിപക്ഷ നേതാക്കന്മാരുടെ ഓഫീസുകളിൽ നിന്ന് കോടികൾ കിട്ടിയ ED-യുടെ പണം എന്ത് സംഭവിച്ചു എന്നറിയണമെങ്കിൽ ED-യുടെ ചരിത്രത്തിലേക്ക് മെല്ലെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ED-യുടെ ഉദ്യോഗസ്ഥൻ രാജേശ്വർ സിംഗ്, ഈ കേരളത്തിലെ കൊച്ചിയിലെ ED ഉദ്യോഗസ്ഥന്മാർക്ക് അറിയില്ലെങ്കിൽ ഒന്ന് എഴുതി വെക്കുന്നത് നന്നാവും. ED-യുടെ ഉദ്യോഗസ്ഥൻ രാജേശ്വർ സിംഗ്, ED-യുടെ ജോയിന്റ് ഡയറക്ടർ JP സിംഗ്, ED-യുടെ ഡയറക്ടർ കർണാൽ സിംഗ്, ED-യുടെ മറ്റൊരു ഉദ്യോഗസ്ഥൻ BS ഗാന്ധി, ഇവർക്കെതിരെ കള്ളപ്പണം വെളുപ്പിക്കലിനെതിരെ കേസെടുക്കേണ്ടി വന്നു. ED-ക്ക് സ്വന്തം വാലയിൽ നിന്ന് തട്ടെടുത്തവരാണ് ഈ പ്രസ്ഥാനത്തെ ED-യെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പിടിച്ചെടുക്കുന്ന പണം സ്വന്തം കീശ ഉയർപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ മുന്നിൽ വന്നുകൊണ്ട് ഈ പ്രസംഗം നടത്തുന്നത്, ഈ ചാരിത്ര പ്രസംഗം നടത്തുന്നത്. പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥന്മാര്, നിങ്ങള് തബ്ലീഗ് നേതാവ് കൊറോണ വൈറസ് പടർത്തിയെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരെ BJP കേസെടുത്തു. എന്തിനാ കേസെടുത്തത്? നരഹത്യക്ക് കേസെടുത്തു. അതിന് പുറമെ ED അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചു. എന്താണ് അദ്ദേഹം ചെയ്ത കുറ്റമെന്ന് പിന്നീട് ബോംബെ ഹൈക്കോടതി പറഞ്ഞു. വ്യാജമായ പ്രചരണമായിരുന്നു തബ്ലീഗ് ജമാഅത്തിനെതിരെ നടത്തിയിരുന്നത്. അതിന്റെ പിന്നാലെയും ED ഓടുന്നത് നമ്മൾ കണ്ടു. കാരണം ED-ക്ക് തൃപ്തിപ്പെടുത്തേണ്ടത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയല്ല, മറ്റു ചിലരെയാണ്. സഫറുൽ ഇസ്ലാം ഖാൻ ഡൽഹിയിലെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ്. സഫറുൽ ഇസ്ലാം ഖാൻ ആ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാന് ഡൽഹിയിലെ കലാപം ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഡൽഹിയിലെ ന്യൂനപക്ഷത്തിന് സുരക്ഷ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അത് പറയേണ്ട ആളാണ് അദ്ദേഹം. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുത്തു. കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ RSS-ന്റെ ആളുകൾ ബദറുദ്ദീൻ അജ്മലിനെതിരെ പ്രതിഷേധത്തിന് ശബ്ദമുയർത്തിയപ്പോ ബദറുദ്ദീൻ അജ്മലിനെതിരെ ED കേസെടുക്കുന്നു. ഇപ്പോ കേരളത്തിൽ പോപ്പുലർ ഫണ്ടിന്റെ ഓഫീസ് റെയ്ഡ് നടത്തിയതിനു ശേഷം RSS-ന്റെ നേതാക്കന്മാരെ പിറ്റേ ദിവസം പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസുകളിലും റെയ്ഡ് നടത്തണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, RSS-ന്റെ ലക്ഷ്യം എന്താണ് എന്ന് വളരെ കൃത്യമാണ്. ആ ലക്ഷ്യത്തിനനുസരിച്ച് ഇന്ത്യ രാജ്യത്ത് അവർ പലരും നടത്തുന്നുണ്ട്. RSS നടത്തിക്കോട്ടെ. RSS-നെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് പോപ്പുലർ ഫണ്ട് ഇന്ത്യയിൽ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷേ ഗവൺമെന്റ് ഏജൻസികളോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്. ആ ഗവൺമെന്റ് ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ RSS-ന്റെ നാടകം, ശിഖണ്ഡിയെ മുൻനിർത്തിയിട്ടുള്ള ഈ പോരാട്ടം ഈ ED അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. രോഹിണി സാലിനെ മറന്നു പോകരുത്.
മലേഗാവ് കേസ് അന്വേഷിച്ച രോഹിണി സാലിയൻ ഇന്ത്യ രാജ്യത്തിലെ പത്രക്കാരോടാണ് പറഞ്ഞത്, ഡൽഹിയിൽ നിന്ന് NIA ഉദ്യോഗസ്ഥർ എന്നെ കാണാൻ വന്നു, എന്നിട്ട് പറഞ്ഞു ആ കേസ് ഒന്ന് സോഫ്റ്റ് ആക്കി പിടിക്കണം. ആരാ പറഞ്ഞത്? സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന രോഹിണി സാലിയൻ ഇന്ത്യ രാജ്യത്തിലെ പത്രങ്ങളോട് അത് വെളിപ്പെടുത്തിയ ശേഷം അവർ ആ സ്ഥാനം രാജിവെച്ചു പോകുന്നു. കേസ് നടത്താൻ സമ്മതിക്കുന്നില്ല മോഡി ഗവൺമെന്റ്. നമുക്കറിയാം ഹേമന്ത് കർക്കറെ എന്ന് പറയുന്ന ഉത്തരവാദപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ മുംബൈയിൽ വെടിയേറ്റ് മരിച്ചത് എന്തിന്റെ പേരില? മലേഗാവിലും മുദാസയിലും സബ് ജോഡ എക്സ്പ്രസിലും അജ്മീർ ദർഗയിലും നടത്തിയ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ RSS ആണ് എന്ന് കണ്ടെത്തിയപ്പോ RSS ഹേമന്ത് കർക്കറേക്ക് കൊടുത്തത് വെടിയുണ്ടയായിരുന്നു. അന്ന് മഹാത്മാഗാന്ധിക്ക് കൊടുത്ത അതേ വെടിയുണ്ട ഇന്ന് RSS അദ്ദേഹത്തിന് കൊടുക്കുന്നു. അതുപോലെ നമുക്ക് ഒരുപാട് ജസ്റ്റിസ് ലോയ RSSന്റെ അമിത്ഷായുടെ കേസ് വിചാരണക്കെടുത്ത് അമിത്ഷായോട് ഹാജരാകണം കോടതിയിൽ എന്നാവശ്യപ്പെട്ട ജസ്റ്റിസ് ലോയ പിന്നീട് കൊല്ലപ്പെടുന്നത് നമ്മൾ കണ്ടു. ഇങ്ങനെ ഒരുപാട് പേരെ നമുക്ക് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ കാണാം. RSSനെതിരെ ശബ്ദിച്ചതിന്റെ പേരിൽ ഈ രാജ്യത്തിൽ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ ഭരണകൂടത്തിന്റെ ഏജൻസികളെ പോലും ഗവൺമെന്റ് BJP ഗവൺമെന്റ് സമ്മതിക്കാതിരുന്നത് നമുക്ക് ഇന്ത്യ രാജ്യത്തിൽ കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ കേരളത്തില് പോപ്പുലർ ഫ്രണ്ടിനേക്കാൾ EDയുടെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത് CPM-നായിരിക്കാം, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഷാജിക്കായിരിക്കാം, MK മുനീറിനായിരിക്കാം, കോൺഗ്രസ് നേതാക്കന്മാർക്കായിരിക്കാം. പക്ഷേ എന്നിട്ടും അവർ പ്രതിഷേധിക്കുന്നില്ല. കാരണം അവരൊരുമിച്ചാണ് ഇങ്ങനെ ഒരു നാടകം ഈ രാജ്യത്ത് ആരംഭിച്ചിട്ടുള്ളത്. മൻമോഹൻ സിംഗ് കൂട്ടണം പശു എന്ന് പറഞ്ഞാൽ BJPയുടെ ഭരണമായി. അതിലപ്പുറം കോൺഗ്രസിന് അവകാശപ്പെടാനൊന്നുമില്ല. മൻമോഹൻ സിംഗ് നയങ്ങൾക്കൊപ്പം പശുവിനെ ഇത് കൂട്ടിക്കെട്ടിയാൽ അതിന്റെ പേര് BJPയുടെ ഭരണമെന്നല്ലാതെ വേറൊരു മാറ്റവും ഇവിടെ ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന EDക്ക് പൂർണ്ണമായ അധികാരം കൊടുത്തിട്ടില്ല. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് എന്ന് പറയുന്ന ആ നിയമം ഇന്ത്യ രാജ്യത്തില് വാജ്പേയി ഗവൺമെന്റാണ് പാസ്സാക്കിയിട്ടുള്ളത്. പക്ഷേ അത് നടപ്പിലാക്കിയതാരാണ് നമ്മൾ ആലോചിക്കണം. അത് ഈ രാജ്യത്ത് നടപ്പിലാക്കിയത് ചിദംബരമായിരുന്നു. മുൻകൈ എടുത്തിട്ട് ചിദംബരം ധനകാര്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ആ നിയമം നടപ്പിലാക്കിയത്. എന്നിട്ടോ ചിദംബരത്തിന് എന്ത് കിട്ടി? സമ്മാനം. ചിദംബരം കിടന്നു ആക്സിസ് കേസിൽ ദിവസങ്ങളോളം ജയിലില് ഈ EDയുടെ ഇരയായിക്കൊണ്ട് ചിദംബരത്തിന് കിടക്കേണ്ടി വന്നു. NIA പ്രയോഗിക്കപ്പെടുമെന്ന് ഇപ്പോഴും ഞങ്ങൾ പറയുന്നു. ഇന്ന് പോപ്പുലർ ഫ്രണ്ടിനെതിരാണ് ED ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ നടത്തുന്നതെങ്കിൽ നാളെ കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും ഇത് നേരിടേണ്ടി വരും. അതിൽ കാത്തു നിൽക്കാതെ പ്രതിഷേധങ്ങൾക്ക്, ഈ ജനാധിപത്യപരമായ പോരാട്ടങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ടിനൊപ്പം നിങ്ങൾ നിൽക്കണമെന്നാണ് ഞങ്ങൾക്ക് വിനയത്തോടെ അപേക്ഷിക്കാനുള്ളത്. ഇപ്പോ നരേന്ദ്രമോദി താടിയൊക്കെ വളർത്തിയിട്ടുണ്ട്. വളരെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അടുത്ത ഇലക്ഷനോടുകൂടി നരേന്ദ്രമോദിയായി ഞാൻ സന്യാസത്തിലേക്ക് പോകുമെന്ന് ഒരിക്കൽ നരേന്ദ്രമോദി പറയുകയുണ്ടായിട്ടുണ്ട്. അതിന്റെ തുടക്കമായിരിക്കാം അദ്ദേഹം താടി നീട്ടി മുടി നീട്ടി സന്യാസത്തിന്റെ പാതയിലേക്കാണ്. ചെയ്തു പോയ പാപങ്ങൾ, പ്രിയപ്പെട്ട മോഡിജി, ചെയ്തു പോയ പാപങ്ങൾ ഏത് ഗംഗയിൽ മുങ്ങിക്കുളിച്ചാലും തീരാത്ത പാപമാണ് മോഡി അങ്ങ് ചെയ്തിട്ടുള്ളത്. അത് ഇന്ത്യ ജനത മറക്കില്ല. ഒരു സന്യാസത്തിനും താങ്കൾ വിശുദ്ധനാക്കാൻ സാധിക്കില്ല. അദ്ദേഹം സന്യാസത്തിന് പോയാൽ വരുന്ന രണ്ടാമനാരാണ് എന്ന് നമ്മൾക്കറിയാം. അമിത്ഷാ. അദ്ദേഹം കളി തുടങ്ങിയിരിക്കുന്നു. ഡൽഹിയിൽ കർഷകരുമായി ചർച്ച നടത്തുന്നത് അമിത്ഷാ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയാണ്. കാർഷിക മന്ത്രിയല്ല, മറ്റേതെങ്കിലും മന്ത്രിമാരല്ല. ആഭ്യന്തരമന്ത്രി ചർച്ച നടത്തുന്നു. ഒരു നിയമവും പിൻവലിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നു. നമുക്കറിയാം 2018 2008 2019 ഈ മോഡി ഭരണം ഈ വർഷങ്ങൾ പിന്നിടുമ്പോ രണ്ടാമത്തെ ടൈമിലേക്ക് എത്തുമ്പോ നേരത്തെ അവർ ആസൂത്രണ കമ്മീഷന്